ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൾട്ടി വൈബ്രേറ്ററാണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഓസിലേറ്റർ കഴിഞ്ഞു. അതിനുമ്പോൾ മൾട്ടി വൈബ്രേറ്ററാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടി വൈബ്രേറ്ററിലേക്ക് എന്ത് ചെയ്യാം പോവാം അല്ലേ. അപ്പോൾ മൾട്ടി വൈബ്രേറ്ററിൽ ഈ പറഞ്ഞ പോലെ 2-3 ബേസിക് പ്രിൻസിപ്പിളുകളാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം അതിൽ മൾട്ടി വൈബ്രേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, ഒരു 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് വിത്ത് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ 2 ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് മറ്റേ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അത് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് അതിനൊരു സ്കീമാറ്റിക് വരക്കാം. ഓക്കെ, അപ്പോൾ 2 നെറ്റ്വർക്കുകളാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 2 നെറ്റ്വർക്കിൽ ഇതൊരു കപ്ലിംഗ് നെറ്റ്വർക്കാണ്. ഓക്കെ, ഇതൊരു കപ്ലിംഗ് നെറ്റ്വർക്കും ഇത് നെക്സ്റ്റ് കപ്ലിംഗ് നെറ്റ്വർക്കാണ്. അങ്ങനെ 2 കപ്ലിംഗ് നെറ്റ്വർക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഈ 2 കപ്ലിംഗ് നെറ്റ്വർക്കിൽ ഇനി ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഒരെണ്ണം ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് മറ്റേ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്കാണെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ A2 ആണ് ട്രിഗർ, ഇത് നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്, ഇത് ട്രിഗർ. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ അടുത്ത ആംപ്ലിഫയർ അതാണ് A1. ഓക്കെ, ഇത് A1, ഇതാണ് നമ്മുടെ ട്രിഗർ. അപ്പോൾ ട്രിഗർ ഔട്ട്പുട്ട് ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് അറിയാനുള്ളത്. പിന്നെ ഈ മൾട്ടി വൈബ്രേറ്റർ ഞാൻ പറഞ്ഞ 2 കപ്ലിംഗ് നെറ്റ്വർക്ക് ഉണ്ട്, 2 ആംപ്ലിഫയർ ഉണ്ട്. ഓക്കെ, നമുക്കത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നോക്കാം. അപ്പോൾ മൾട്ടി വൈബ്രേറ്റർ ഈസ് എ 2 സ്റ്റേജ് RC കപ്ലിംഗ് ആംപ്ലിഫയർ ആണെന്ന് പറഞ്ഞു. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് എവിടുന്ന് ഫ്രം ഔട്ട്പുട്ട് ഓഫ് 1 ആംപ്ലിഫയറിന് അടുത്തതിൻ്റെ ഇൻപുട്ട് ടു ദ അതർ. ഓക്കെ, പിന്നെ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ചിങ് സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ പോയിന്റ്. ഒരു സ്വിച്ചിങ് സർക്യൂട്ടാണ്. നമുക്ക് എങ്ങനെ ഡിഫൈൻ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന് ഡിഫൈൻ ചെയ്യാം. എങ്ങനെ ദാറ്റ് ജനറേറ്റ്സ് നോൺ സൈനസോയിഡൽ വേവ്സ്. എന്താണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. എന്താണ് ഒരു നോൺ സൈനസോയിഡൽ വേവ് ആണ്. ഇതൊക്കെ റെക്ടാങ്കുലർ വേവ്, അതുപോലെ സോ ടൂത്ത്, സ്ക്വയർ, ഇതൊക്കെ നോൺ സൈനസോയിഡൽ ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ വേവ്സിൻ്റെ ജനറേഷനുള്ള സാധനമാണ് നമ്മളുടെ മൾട്ടി വൈബ്രേറ്റർ. ഓക്കെ, അതുപോലെ മൾട്ടി വൈബ്രേറ്റർ ഈസ് കേപ്പബിൾ ഓഫ് സ്റ്റോറിങ് ഏതൊക്കെ ബൈനറി നമ്പറുകൾ, അതുപോലെ നമ്മളെ കൗണ്ടിങ് പൾസസ്, അതുപോലെ നമ്മളെ സിങ്ക്രണൈസിങ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, പിന്നെ പെർഫോമിങ് അതർ എസെൻഷ്യൽ ഫങ്ഷൻസ് യൂസ് ഇൻ ഡിജിറ്റൽ സിസ്റ്റംസ്. ഓക്കെ, ഡിജിറ്റൽ സിസ്റ്റംസിൽ അങ്ങനത്തെ ഓപ്പറേഷൻസിനൊക്കെ പെർഫോം ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നോൺ സൈനസോയിഡൽ വേവ് ജനറേഷനുള്ള ഒരു സാധനമാണ് നമ്മുടെ മൾട്ടി വൈബ്രേറ്റർ. ഏതൊക്കെയാണ് റെക്ടാങ്കുലർ, സോ ടൂത്ത്, സ്ക്വയർ ഒക്കെയാണ് നോൺ സൈനസോയിഡ് അല്ലേ. അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ പറയുന്നത്. അടുത്തത് മൾട്ടി വൈബ്രേറ്റർ എങ്ങനത്തെയാണെന്ന് പറഞ്ഞാൽ എസെൻഷ്യലി ഒരു സ്വിച്ചിങ് സർക്യൂട്ടാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ സ്വിച്ചിങ് സർക്യൂട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ സ്വിച്ച് പോലെ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റിൽ ഉണ്ടാവുക, ഒന്ന് ഓണും അതുപോലെ തന്നെ ഓഫും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും. ദ സർക്യൂട്ട് ഓപ്പറേറ്റ്സ് ഇൻ 2 സ്റ്റേറ്റ്സ്. ഏതൊക്കെയാണ് ഓണും ഓഫും അല്ലേ. പിന്നെ നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്? ദ ഓപ്പറേഷൻ ഓഫ് ദ സർക്യൂട്ട് ഈസ് സച്ച് ദാറ്റ് when one amplifier is cut off, ഒരു ആംപ്ലിഫയർ കട്ട് ഓഫ് ആയിക്കഴിഞ്ഞാൽ ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് മെയിൻറ്റെയിൻസ് ദ അതർ ആംപ്ലിഫയർ ഇൻ എ കണ്ടക്റ്റിംഗ് ഓർ ഓൺ സ്റ്റേറ്റ്. ഒരെണ്ണം കട്ട് ഓഫ് ആയാലും മറ്റേത് എന്ത് ചെയ്യും, അത് കണ്ടക്റ്റിംഗ് അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റിൽ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, അപ്പോൾ വെൻ എ ട്രിഗർ കോസസ് വൺ ആംപ്ലിഫയർ ടു ചേഞ്ച് ദ സ്റ്റേറ്റ്. ഒരു ട്രിഗർ കൊടുക്കുന്നു ഞാൻ നേരത്തെ ഫിഗറിൽ കാണിച്ചില്ല. അപ്പോൾ ഒരു ട്രിഗർ ഒരു ആംപ്ലിഫയറിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ ദ കപ്ലിംഗ് നെറ്റ്വർക്ക് ആക്ട്സ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ദ സെക്കൻഡ് ആംപ്ലിഫയർ. ഈ സെക്കൻഡ് ആംപ്ലിഫയറിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന ആരാണ്? അതാണ് ഈ പറഞ്ഞ കപ്ലിംഗ് നെറ്റ്വർക്ക്. ക്ലിയർ ആയല്ലോ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, പിന്നെ ദ ഔട്ട്പുട്ട് ആർ സച്ച് ദാറ്റ് എ ട്രാൻസിഷൻ ഫ്രം ആൻ ഓഫ് സ്റ്റേറ്റ് ടു ആൻ ഓൺ സ്റ്റേറ്റ് ആൻഡ് ദ അതർ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഓഫ് നിന്ന് ഓണിലേക്കും പോകും, അതുപോലെ ഓൺ നിന്ന് ഓഫിലേക്കും പോകും. ഇതാണ് അതിൻ്റെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ്സ്. ഓക്കെ, പിന്നെ ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ മൾട്ടി വൈബ്രേറ്റർ മേ റിമെയിൻ ഇൻഡെഫിനറ്റ്ലി അൺടിൽ ദ സർക്യൂട്ട് ഇസ് ട്രിഗേർഡ് ബൈ സം എക്സ്റ്റേണൽ സിഗ്നൽ ഈസ് ടേംഡ് ആസ് ദ സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ എന്തെങ്കിലും
ഒരു 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 ട്രിഗർ കൊടുക്കണം. ഓക്കെ, അങ്ങനെ ട്രിഗർ കൊടുക്കാതെ അങ്ങനെ നിൽക്കുന്ന അത്രയും ആ സ്ഥലത്തിനാണ് നമ്മൾ എന്താ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്ക് ഞാൻ പറഞ്ഞു 2 പോസിബിൾ സ്റ്റേറ്റുകളാണുള്ളത്. ഒന്ന് ഏതാണ് ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 2 ട്രാൻസിസ്റ്റർ ഉണ്ടാവും. അപ്പോൾ Q1 Q2 ഉണ്ടാവും. അപ്പോൾ Q1 ഓണും അതുപോലെ Q2 എന്തായിരിക്കും? ഓഫായിരിക്കും. അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നതോ, സെക്കൻഡ് സ്റ്റേറ്റിൽ Q1 ഓഫും അതുപോലെ നമ്മളുടെ Q2 എന്തായിരിക്കും? ഓണും ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിനെ വെച്ച് ഡിഫൈൻ ചെയ്ത് ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളിനനുസരിച്ചിട്ട് നമുക്ക് 3 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, ഒന്നാമത്തതാണ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റ് എന്ന് പറയും. അസ്റ്റേബിൾ അല്ലെങ്കിൽ ഫ്രീ റണ്ണിങ് എന്നാണ് ഇനി പറയുക. ഓക്കെ, എന്താണ് അസ്റ്റേബിൾ അല്ലെങ്കിൽ ഫ്രീ റണ്ണിങ്? രണ്ടാമത്തത് മോണോസ്റ്റേബിൾ. ഓക്കെ, മോണോസ്റ്റേബിൾ അല്ലെങ്കിൽ സിംഗിൾ ഷോട്ട് എന്ന് പറയും ഇതിന്. മോണോസ്റ്റേബിൾ അല്ലെങ്കിൽ സിംഗിൾ ഷോട്ട് മൾട്ടിവൈബ്രേറ്റർ. മൂന്നാമത്തത് ബൈസ്റ്റേബിൾ ആണ്. ബൈസ്റ്റേബിൾ അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയും. 2 സ്റ്റേറ്റുകളുണ്ടാവും. മറ്റേത് ഒരു സിംഗിൾ സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവില്ല, ഇതിൽ സ്റ്റേബിൾ സ്റ്റേറ്റ് ഒന്നും ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ആ ഡിഫറൻസ് ആണ് പഠിക്കാനുള്ളത് കാര്യമായിട്ട്. പിന്നെ ഇതിന് 2 ഇക്വേഷൻ, വേറെ ഒന്നുമില്ല ഒരു കാര്യം. ഓക്കെ, പിന്നെ നോക്കാനുള്ളത് ഈ ഫസ്റ്റ് വണ്ണിനെ നമ്മൾ നോൺ ഡ്രിവൺ ടൈപ്പ് എന്ന് വിളിക്കും. ചിലപ്പോൾ അത് ചോദിക്കാം. നോൺ ഡ്രിവൺ ടൈപ്പ് എന്ന് വിളിക്കും. പിന്നെ ഈ 2 എണ്ണത്തിന് ഡ്രിവൺ ടൈപ്പ്. ഓക്കെ, ഈ 2 എണ്ണത്തിനെ ഡ്രിവൺ ടൈപ്പ് എന്നാണ് വിളിക്കുക. ഡ്രിവൺ. ഓക്കെ, ഡ്രിവൺ ടൈപ്പ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ട്രിഗേർഡ് ഓസിലേറ്റർ, ഇങ്ങനെയും പറയാറുണ്ട്. ഡ്രിവൺ ടൈപ്പ് അല്ലെങ്കിൽ ട്രിഗേർഡ് ഓസിലേറ്റേഴ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, പിന്നെ മൾട്ടിവൈബ്രേറ്ററിൻ്റെ പർപ്പസ് പറഞ്ഞു. എന്തൊക്കെയാണ്? നമ്മുടെ സ്ക്വയർ റെക്ടാങ്കുലർ സോട്ടൂത്ത് ഒക്കെ ജനറേഷനും പിന്നെ ബിറ്റ് സ്റ്റോറേജ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ നോക്കാം അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൽ ബോത്ത് യുവർ കപ്ലിംഗ് നെറ്റ്വർക്ക്സ്, 2 കപ്ലിംഗ് നെറ്റ്വർക്ക് ഉണ്ടെന്ന് കണ്ടല്ലോ. ബോത്ത് കപ്ലിംഗ് നെറ്റ്വർക്ക്സ് പ്രൊവൈഡ് AC കപ്ലിംഗ് ത്രൂ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് വഴി AC കപ്ലിംഗ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും അല്ലേ. ഈച്ച് സ്റ്റേജ് അല്ലെങ്കിൽ ഓരോ സ്റ്റേജും എത്ര ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും? 180 ഡിഗ്രി അല്ലേ. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ 180 കൊടുത്താൽ മറ്റേതുണ്ടാവും 180 ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഓവറോൾ ഫേസ് ഷിഫ്റ്റ് എത്രയാവും? 360 അല്ലെങ്കിൽ 0. ദാറ്റ്സ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതായത് ഇവിടെ ട്രിഗറിനുള്ള സംഭവമൊന്നും വരുന്നില്ല. അതായത് എന്തില്ല? സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല അല്ലേ. അപ്പോൾ സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് അപ്പോൾ ഇതിലൊരു പോയിൻ്റാണ് ദർ ആർ നോ സ്റ്റേബിൾ സ്റ്റേറ്റ്സ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ദ 2 സ്റ്റേറ്റ്സ് ഓഫ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ എന്തായാലും. സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല എന്നാണ് പറഞ്ഞല്ലോ. അപ്പോൾ 2 സ്റ്റേറ്റിനെ വിളിക്കുന്നവരാണ് ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റുകൾ. ഓക്കെ, അപ്പം അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ മേക്സ് സക്സസീവ് ട്രാൻസിഷൻ ഫ്രം one state to the other one after a predetermined time interval. ഒരു പ്രീഡിറ്റർമൈൻഡ് ടൈം ഇൻ്റർവലിന് ശേഷമാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അതിന് എന്തിൻ്റെ ആവശ്യമില്ല? എക്സ്റ്റേണൽ ട്രിഗറിൻ്റെ ആവശ്യമില്ല. അങ്ങനെ എക്സ്റ്റേണൽ ട്രിഗറിൻ്റെ ആവശ്യമില്ലാതെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ് ഫ്രീ റണ്ണിങ് മൾട്ടിവൈബ്രേറ്റർ. ഫ്രീ ആയിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഓക്കെ, പിന്നെ ഒരു പഠിക്കേണ്ട പോയിന്റ്, ദ പീരിയോഡിക് ടൈം ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിനെയൊക്കെ? സർക്യൂട്ട് ടൈം കോൺസ്റ്റൻറ്റിനും അതിൻ്റെ പാരാമീറ്റേഴ്സിനെയാണ് അതിൻ്റെ പീരിയോഡിക് ടൈം എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് ആസ് എൻ ആസിലേറ്റർ ആസ് ഇറ്റ് ഡസ് നോട്ട് നീഡ് എനി എക്സ്റ്റേണൽ പൾസ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ. ഓക്കെ, ഔട്ട്പുട്ട് ഓസിലേറ്റ് ചെയ്യുന്നു ബിറ്റ്വീൻ ഓഫ് ആൻഡ് ഓൺ സ്റ്റേറ്റ് ഫ്രീലി ആയിട്ട് ഓഫ് ഓൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? ഫ്രീ റണ്ണിങ് മൾട്ടിവൈബ്രേറ്റർ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ്, ഇതിനെ എന്തെന്ന് വിളിക്കും? സ്ക്വയർ വേവ് ജനറേറ്റർ എന്ന് വിളിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ സ്ക്വയർ വേവ് ജനറേറ്റർ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് സിങ്ക്രണൈസ്ഡ് ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യും. എന്തിന്? ഫോർ ഡ്രൈവിംഗ് സ്വീപ്പ് ജനറേറ്റേഴ്സ്. സ്വീപ്പ് ജനറേറ്റേഴ്സ് ഡ്രൈവ് ചെയ്യാൻ ഒരു സിങ്ക്രണൈസ്ഡ് ഓസിലേറ്റർ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇത് യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്യാം. ഓക്കെ അല്ലേ. അടുത്തത് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഓക്കെ, മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഒരു സിംഗിൾ സ്വിങ് എന്നും അല്ലെങ്കിൽ ഡിലേ മൾട്ടിവൈബ്രേറ്റർ എന്ന് വിളിക്കും. ഒറ്റ സ്വിങ്ങേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഡിലേ മൾട്ടിവൈബ്രേറ്റർ. കാരണം ഈ സർക്യൂട്ടിൽ 1 കപ്ലിംഗ് നെറ്റ്വർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? AC കപ്ലിങ്ങും അതുപോലെ അടുത്തത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? DC കപ്ലിങ്ങുമാണ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സിംഗിൾ സ്വിങ് ആണ്. ഒരെണ്ണം AC യും ഒരെണ്ണം DC യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ
ഒരു സ്റ്റേബിൾ സ്റ്റേറ്റും ഒരു ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റുമാണ് ഉള്ളത്. ഓക്കെ, അപ്പം ട്രിഗറിങ് ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ട്രിഗറിങ് ഈസ് റിക്വയർഡ് ടു ഇൻഡ്യൂസ് എ ട്രാൻസിഷൻ ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ, സ്റ്റേബിളിൽ നിന്ന് ക്വാസി സ്റ്റേബിളിലേക്ക് പോകാൻ ഒരു ട്രിഗറിങ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ, സർക്യൂട്ട് റിമെയിൻസ് ഇൻ ദ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ്. ഈ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിൽ സർക്യൂട്ട് റിമെയിൻ ചെയ്യും ഫോർ എ പീരീഡ് ഡിറ്റർമൈൻഡ് ബൈ ദ സർക്യൂട്ട് കമ്പോണൻസ്. സർക്യൂട്ട് കമ്പോണൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നൊരു പീരീഡ് വരെ ഇത് ഏതിൽ സ്റ്റേറ്റിൽ നിൽക്കും, ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിൽ അത് നിൽക്കും. ഓക്കെ, ആ സ്റ്റേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സർക്യൂട്ട് പിന്നെയും നമ്മുടെ ഇനീഷ്യൽ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും അല്ലേ. അപ്പോൾ ഇതിനെന്താ വെച്ചാൽ ഇതിന് പിന്നെ ഒരു എക്സ്റ്റേണൽ സിഗ്നലിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് തനിയെ അങ്ങനെ തന്നെ വന്നോളൂ. ഓക്കെ, ആൻഡ് നോ എക്സ്റ്റേണൽ സിഗ്നൽ ഇസ് റിക്വയർഡ് ടു ഇൻഡ്യൂസ് ദിസ് റിവേഴ്സ് ട്രാൻസിഷൻ. അതാണ് ഈ റിവേഴ്സ് ട്രാൻസിഷനിലേക്ക് വരാൻ പിന്നെ ഒരു എക്സ്റ്റേണൽ സിഗ്നലിൻ്റെ ആവശ്യമൊന്നുമില്ല, ആദ്യം കൊടുക്കുന്ന ട്രിഗർ മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ദ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റേഴ്സ് supply a single output pulse of a desired time duration for every input trigger signal. A trigger pulse in which only one trigger signal is required to introduce a transition from stable state to quasi stable state, so it is called as a single shot multivibrator. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ വിളിക്കാം ഒരു സിംഗിൾ ഷോട്ട് മൾട്ടിവൈബ്രേറ്റർ എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ, അത്രേ ഉള്ളൂ. അടുത്തത് ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഓക്കെ, നമ്മൾ പറഞ്ഞ ബൈസ്റ്റേബിൾ അല്ലെങ്കിൽ ഇതിന് വിളിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വിളിക്കും. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇറ്റ് ഇസ് എ 2 ഷോട്ട് മൾട്ടിവൈബ്രേറ്റർ. മറ്റേ സിംഗിൾ ഷോട്ടായിരുന്നു, ഇത് 2 ഷോട്ടാണ്. ആസ് ഇറ്റ് റിക്വയർസ് അപ്ലിക്കേഷൻ ഓഫ് 2 ട്രിഗേഴ്സ് അല്ലെ, 2 ട്രിഗേഴ്സ് വേണം എന്തിന്, ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യാൻ, റിട്ടേൺ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രിഗർ എന്ത് കോസ് ചെയ്യുന്നത്, ഫസ്റ്റ് ട്രിഗർ കോസസ് ദ കണ്ടക്റ്റിംഗ് ട്രാൻസിസ്റ്റർ ടു ബി കട്ട് ഓഫ് and the second trigger causes a transition back to the conducting state. അപ്പോൾ ഒരെണ്ണം ഫസ്റ്റ് ട്രാൻസിഷൻ കട്ട് ഓഫിലേക്കും രണ്ടാമത്തെ എന്താണ് കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷനുമാണ് അല്ലേ. ഈ 2 ട്രിഗർ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഈ ബൈസ്റ്റേബിൾ സർക്യൂട്ടുകളെ നമ്മൾ എന്ത് വിളിക്കും, ഫ്ലിപ്പ് ഫ്ലോപ്പുകളെന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു 2 സ്റ്റേറ്റുകൾ മാത്രമുള്ള സർക്യൂട്ടുകളായതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നില്ല, ഓസിലേറ്റ് ഒന്നും ചെയ്യുന്നില്ല. കറക്റ്റ് ഓണിൽ അപ്പുറത്ത് ഒരു കട്ട് ഓഫിലേക്ക് പോകും അല്ലെങ്കിൽ കണ്ടക്റ്റിങ്ങിൽ പോകും, അല്ലെങ്കിൽ കണ്ടക്റ്റിങ്ങിലേക്ക് പോകും അല്ലെങ്കിൽ കട്ട് ഓഫിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ രണ്ട് ഇതാകുമ്പോൾ കൊണ്ട് ഇതെന്ത് ചെയ്യുന്നില്ല, ഓസിലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇൻ ദ സർക്യൂട്ട് ബോത്ത് കപ്ലിംഗ് നെറ്റ്വർക്ക്സ് പ്രൊവൈഡ് DC കപ്ലിംഗ്. 2 കപ്ലിംഗ് നെറ്റ്വർക്കും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, DC കപ്ലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എനർജി സ്റ്റോറേജ് എലമെൻറ്റുകളൊന്നും ഇതിലില്ല. ഓക്കെ, ജസ്റ്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതെന്തിനാണ് നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് നമ്മളൊരു ഓൺ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ള പറയുന്ന പോലെ തന്നെ കട്ട് ഓഫ് സാച്ചുറേഷൻ എന്നുള്ള പറയുന്നത് കൊണ്ട് ഇത് എന്തിനു പ്രൊവൈഡ് ചെയ്യുന്നു, പല ഡിജിറ്റൽ ഓപ്പറേഷനുകൾക്കും പ്രൊവൈഡ് ചെയ്യുന്നു. ഏതൊക്കെ, നമ്മളെ കൗണ്ടിങ് ഓപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റോറിങ് ഓഫ് ബൈനറി ഇൻഫർമേഷൻ, ഇങ്ങനത്തെ ഓപ്പറേഷനുകളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ദിസ് ഓൾസോ ഫൈൻഡ് യൂസ് ഇൻ ജനറേഷൻ ആൻഡ് പ്രോസസ്സിങ് ഓഫ് പൾസ് ടൈപ്പ് വേവ് ഫോം. പൾസ് ടൈപ്പ് വേവ് ഫോമിലും ഇതെന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ബൈസ്റ്റേബിൾ അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്വയർ വേവ് ജനറേഷൻ യൂസ് ചെയ്യുന്ന സാധനം എന്തായിരുന്നു ചോദിക്കാറുണ്ട്. സ്ക്വയർ വേവ് ജനറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നതാണ് അസ്റ്റേബിൾ അല്ലെങ്കിൽ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ ആണെന്ന് ഓർക്കുക. ഓക്കെ, ജസ്റ്റ് പറയുവാണെങ്കിൽ നമ്മൾ ഓരോ കോൺഫിഗറേഷൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇൻപുട്ടൊന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല, ഒരു ഇൻപുട്ടും ഇല്ല. ഓക്കെ, പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട്, ഇങ്ങനെയല്ലേ, ശരിയല്ലേ. ഇനി അതുപോലെ തന്നെ നമ്മളൊരു ഇൻപുട്ട് ഒരു ട്രിഗർ കൊടുക്കും. ഓക്കെ, ഒരു ട്രിഗർ T1 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. T1 എവിടെ കൊടുക്കുന്നു, നമ്മുടെ മോണോസ്റ്റേബിളിൽ കൊടുക്കുന്നു. മോണോസ്റ്റേബിളിൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനം ഇങ്ങനെയായിരിക്കും, ശരിയല്ലേ. ഇനി അതേപോലെ നമ്മുടെ നെക്സ്റ്റ് ബൈസ്റ്റേബിളിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ബൈസ്റ്റേബിളിലേക്ക് 2 ട്രിഗർ കൊടുക്കണം, കറക്റ്റ് അല്ലേ. ഒരു ട്രിഗർ T1ഉം ഒരു ട്രിഗർ T1ഉം ഒരു ട്രിഗർ T2ഉം കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴുള്ള അതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണ്, ഇങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഈ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഈ ഒരു വെറൈറ്റി ഓഫ് ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടി വൈബ്രേറ്റേഴ്സിനും ഇങ്ങനെ 3 ടൈപ്സ് ഉണ്ട്. ഇതിൻ്റെ അപ്ലിക്കേഷൻസും ഇതിൻ്റെ കാര്യങ്ങളും എന്ത് ചെയ്യാറ് സ്ഥിരമായിട്ട് പേപ്പറിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് ഇത്. ഓക്കെ, ഇനി അതിൻ്റെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ
ബ്രീഫ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് പറഞ്ഞല്ലോ, ഒരെണ്ണം പൾസ് ട്രിഗർ കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ജസ്റ്റ് എവിടെയാണ് ഏതൊക്കെ സ്റ്റേജുകളാണെന്നൊക്കെ പറഞ്ഞ് പോവുള്ളൂ. ഓക്കെ, പിന്നെ അതിൻ്റെ 2-3 ഇക്വേഷൻസ് ഉണ്ട്, അങ്ങനെ പഠിച്ചാൽ മതിയാവും അൺസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അൺസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ വേറെ പേര് ഓർത്ത് വയ്ക്കുക ഒന്നും കൂടി. എന്താണ്? ഇതൊരു ഫ്രീ റണ്ണിങ് മൾട്ടിവൈബ്രേറ്റർ ആണ്. അതുപോലെ അതിനെന്ത് വിളിക്കുന്നത് വെച്ചാൽ ഒരു കളക്ടർ കപ്പിൾഡ് അൺസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഒരു കളക്ടർ കപ്പിൾഡ് അൺസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്നും വിളിക്കാറുണ്ട്. കാരണം ഇത് കൂടുതലായും എന്ത് പൾസ് ജനറേറ്റ് ചെയ്യാണ്? ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ജനറേഷൻ ഓഫ് യുവർ സ്ക്വയർ വേവ്സ് അല്ലെങ്കിൽ പൾസുകൾ. ഓക്കെ, സ്ക്വയർ വേവുകളോ പൾസുകളോ ജനറേഷനാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ 2 സ്റ്റേജാണ് അതിന് യൂസ് ചെയ്യുന്നത്. 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയറുകളാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് യുവർ ഫസ്റ്റ് സ്റ്റേജ് ഈസ് കപ്പിൾഡ് ടു ദ ഇൻപുട്ട് ഓഫ് യുവർ സെക്കൻഡ് സ്റ്റേജ് അല്ലേ. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഓഫ് ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് കപ്പിൾഡ് ടു ദ ഇൻപുട്ട് ഓഫ് യുവർ ഫസ്റ്റ് സ്റ്റേജ്. അങ്ങനെ ഒരു കണക്ഷനാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പോകുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നൊരു പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഫിഗർ ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മളെ സിഗ്നലിൻ്റെ ഫേസ് ഒരു സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫേസ് ഓഫ് ദ സിഗ്നൽ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. ശരിയല്ലേ? ആ റിവേഴ്സ് ചെയ്ത ശേഷം 2 സ്റ്റേജിലേക്ക് പാസ് ചെയ്താൽ തിരിച്ച് ബാക്ക് ടു ഒറിജിനൽ പൊസിഷനിലേക്ക് വരും. ശരിയാണല്ലോ? അപ്പോൾ ദ സിഗ്നൽ ഈസ് ഫെഡ് ബാക്ക് ടു ദ ബേസ് ഓഫ് ഐദർ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ ദ സെയിം ഫേസ് ആസ് ദ ഒറിജിനൽ സിഗ്നൽ അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട്. അങ്ങനെയാണ് അത് പോസിറ്റീവ് ഫീഡ്ബാക്കിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നമ്മളെ എമൗണ്ട് ഓഫ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റേഴ്സ് എവിടെ നിന്നാണ് ഡ്രിവൺ ചെയ്യുന്ന കട്ട് ഓഫിനും സാച്ചുറേഷനും ഓൾമോസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ്ലി പാസ് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ ഐദർ കട്ട് ഓഫിലേക്ക് പോവാം അല്ലെങ്കിൽ സാച്ചുറേഷനിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുകയാണ്? ഇത് റൺ ചെയ്യുവാണ് അല്ലേ. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു വർക്കിംഗ് പോലെ പറയുവാണെങ്കിൽ, നമ്മളിതിന് ജസ്റ്റ് ഇതിൻ്റെ ഓപ്പറേഷൻ പറയുവാണെങ്കിൽ, പവർ ഫസ്റ്റ് സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ 2 ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം ചെറിയൊരു എന്താണ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഒരു ട്രാൻസിസ്റ്റർ മറ്റേതിനെക്കാട്ടിയും കുറച്ചുകൂടി കൂടുതൽ കണ്ടക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഇത് പറയുവാണെങ്കിൽ അതിൻ്റെ വേവ് ഫോം ഒക്കെ ഉണ്ടാകുന്ന ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. സപ്പോസ് നമ്മൾ Q1 മോർ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കും Q2-നെക്കാട്ടിയും. ഓക്കെ, അപ്പം നമ്മൾക്കൊരു കളക്ടർ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ Q1 അല്ലേ. ആ Q2-നെക്കാട്ടിയും കളക്ടർ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പം ഈ സിഗ്നൽ അല്ലെങ്കിൽ ഈ സിഗ്നൽ ഏതിലേക്കാണ് ഫെഡ് ചെയ്യുന്നത്? നമ്മളെ Q2-ൻ്റെ ബേസിലേക്കാണ് ഫീഡ് ചെയ്യുന്നത്. ശരിയല്ലേ? ഏതിലാണ് പോകുന്നത്? C1. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതല്ലേ. ഇതിങ്ങനെ C1 ഇതിൻ്റെ C1-ലൂടെ ഈ Q2-ൻ്റെ ബേസിലേക്ക് പോകും ആണല്ലോ. അപ്പം ഈ Q2-ലെ കളക്ടർ വോൾട്ടേജ് എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ശരിയാണല്ലോ? അപ്പം അതുപോലെ തന്നെ തിരിച്ചും വരും. അപ്പോൾ ഈ Q2-ലെ കളക്ടർ വോൾട്ടേജ് ചേഞ്ച് ആവുമല്ലോ. അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തിരിച്ചും വരും. അതുപോലെ തിരിച്ച് C2-ന്ന് ഇങ്ങനെ വന്ന് ഈ C2-ലൂടെ എന്ത് ചെയ്യും? നമ്മൾ Q1-ൻ്റെ ബേസിലേക്ക് വരും. എന്നിട്ട് അതെന്ത് ചെയ്യും? സാച്ചുറേഷൻ ആവും. ഓക്കെ, അപ്പോൾ Q1 എന്ത് ചെയ്യും? വിൽ ഗോ ടു ദ സാച്ചുറേഷൻ. അപ്പോൾ ഇതൊക്കെ വളരെ പെട്ടെന്നാണ് നടക്കുന്നത് അല്ല. ഡിസ്ചാർജ് ചെയ്യാനൊരു സമയമൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ടൈപ്പ് ഓഫ്, അതിനാണ് ഈ സർക്യൂട്ട് ഇങ്ങനെ ഈ ആരോ മാർക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നു, ഇത് ഓഫ് ആവുന്നു, ഇതിങ്ങനെ വരുന്നു, ഇപ്പുറത്ത് വരുന്നു, അത് കഴിഞ്ഞ് ഉടനടി ഇത് തിരിച്ച് റിട്ടേൺ പാത്തിലോട്ട് അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ അതാണൊരു കാര്യം. കാരണം എന്ന് വെച്ചാൽ ഡിസ്ചാർജിന് സമയം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെഡ്യൂസ്ഡ് വോൾട്ടേജ് ഉണ്ടാവുമല്ലോ Q1-ൽ അപ്പിയർ ചെയ്യുന്ന റെഡ്യൂസ്ഡ് വോൾട്ടേജ്, അത് ഏതിൽ അപ്പിയർ ചെയ്യുന്ന വെച്ചാൽ അത് R2-ൽ അപ്പിയർ ചെയ്യും അല്ലേ. അപ്പം ഡിസ്ചാർജ് ചെയ്യാനും ഇതിനൊന്നും സമയമില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? സൂണായിട്ട് എന്ത് ചെയ്യും? ഇത് Q1 സ്റ്റാർട്ട് കണ്ടക്ട് ചെയ്യും. ഫ്രീ റണ്ണിങ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇത് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള 2-3 പോയിന്റ് ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പം നമ്മൾ ആദ്യം ഓരോ സ്റ്റേറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമ്മളെ ടൈം 0 ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്റർ Q1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൺ സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ ഓൺ സ്റ്റേറ്റിൻ്റെ സമയത്ത് നമ്മളുടെ കളക്ടർ വോൾട്ടേജ് ജസ്റ്റ് എഴുതി പോവാം. ഓക്കെ, കളക്ടർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VC1 ആണ്. അതെന്ന് പറഞ്ഞാൽ VC സാച്ചുറേഷൻ വോൾട്ടേജ് ആയിരിക്കും. അത് എത്രയായിരിക്കും? 0 ആയിരിക്കും
അല്ലേ. അതുപോലെ കളക്ടർ കറണ്ട്, ഓക്കെ, കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ IC1 ആണ്. IC1 എന്ന് പറഞ്ഞാൽ IC1 സാച്ചുറേഷൻ ആയിരിക്കും. അത് എത്രയായിരിക്കും? VCC മൈനസ് VCE സാച്ചുറേഷൻ ഡിവൈഡഡ് ബൈ R3 ആണ്. ഓക്കെ, നിങ്ങൾ നോക്കി പോയാൽ മതി, നിങ്ങളെ സർക്യൂട്ടിൽ നിന്ന് അത് എടുത്ത് പഠിക്കണമെന്നൊന്നുമില്ല. ഓക്കെ, ദിസ് അപ്രോക്സിമേറ്റ് ഈക്വൽ ടു VCC ബൈ R3. പിന്നെ നമ്മുടെ കയ്യിലുള്ളതാണ് ബേസ് വോൾട്ടേജ് അല്ലേ. ബേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VB1 ഓൺ എന്ന് പറഞ്ഞ സാധനം എത്രയാണ്? അൾട്ടിമേറ്റ്ലി 0 ആയിരിക്കും. അപ്പോൾ ബേസ് കറണ്ട് എന്തായിരിക്കും? നിങ്ങളുടെ ബേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ IB1 ഇൻപുട്ടാണ് അല്ലേ. അത് എത്രയായിരിക്കും? VBB മൈനസ് VBE സാച്ചുറേഷൻ ഡിവൈഡഡ് ബൈ R1. ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VBB ഡിവൈഡഡ് ബൈ R1. ഓക്കെ, ഇതാണ് ഓൺ സ്റ്റേറ്റിൽ വരുന്നത്. ഓഫ് സ്റ്റേറ്റിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കളക്ടർ വോൾട്ടേജ് VC2 അല്ലേ. ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VCC ആണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ കളക്ടർ കറണ്ട് IC2 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് അതിൻ്റെ ടൈം T1ൽ എന്ത് സംഭവിക്കുന്നു, ആ ഇക്വേഷനാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇക്വേഷൻ പഠിക്കാം. അത് ഒന്ന് ഓൺ ആവുന്നു, ഒന്ന് ഓഫ് ആവുന്നു. ഓക്കെ, അപ്പം T1ൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R2C1 log E 1 plus VCC by VBB. ഓക്കെ, അപ്പം ഇഫ് VBB ഈക്വൽ ടു VCC വാട്ട് ഹാപ്പൻസ് ഈസ് T1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R2C1 log 2 to the base E. log 2ൻ്റെ വാല്യൂ ഓർക്കണം, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 0.693 R2C1. ഓക്കെ, ഇതെന്താണ് അവസ്ഥ? ഇത് Q1 ഓണും Q2 എന്താണ്? ഓഫാണ്. അപ്പോൾ ഉള്ള T1 ആണിത്. ഓക്കെ, ഇനി അതേപോലെ സിമിലർലി Q2 ഓണും Q1 ഓഫും ഉള്ള സമയത്ത് ഉള്ള T1 അല്ല T2 ആണ് വരിക അല്ലേ. അപ്പോൾ T2 എത്രയാണ്? 0.693 R1C2. ഇവിടെ T1 എത്രയായിരുന്നു? 0.693 R2C1. ഇവിടെ T2 എത്രയാണ്? 0.693 R1C2 ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ ടൈം പീരീഡ് ഓഫ് സ്ക്വയർ വേവ് എന്ത് വരും? ടോട്ടൽ ടൈം പീരീഡ് ഓഫ് സ്ക്വയർ വേവിന് ടോട്ടൽ ടൈം വരുന്നത് T is equal to T1 plus T2. That will be is equal to 0.693 into R1C2 plus R2C1. ശരിയാണല്ലോ. അപ്പോൾ ഒരു സിമെട്രിക്കൽ മൾട്ടി വൈബ്രേറ്റർ ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് if R1 equal to R2 equal to R and C1 equal to C2 equal to C, total time period T is equal to 2 into 0.693 RC. ഓക്കെ, അത് എത്രയാണെന്ന് വെച്ചാൽ 1.386 RC ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ടൈം പീരീഡ് ഓർക്കുക 1.386 RC. ഈ ടോട്ടൽ ടൈം പീരീഡ് ഓർത്ത് വെച്ചോ കേട്ടോ, 1.386. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ഫ്രീക്വൻസി ഓഫ് സ്ക്വയർ വേവ് ചോദിക്കുകയാണെങ്കിലും എഴുതിക്കോ. ഫ്രീക്വൻസി ഓഫ് സ്ക്വയർ വേവ് ഈസ് F is equal to 1/T, that is 1/1.386 RC, that is equal to 0.72 divided by RC. ഇതും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, പിന്നെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഫോർമുലകളൊക്കെ ഓർക്കുക കേട്ടോ. പിന്നെ ഒരു ചോദ്യം ചോദിക്കാറുള്ള എന്താണെന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ഓഫ് ബീറ്റ ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ട്രാൻസിസ്റ്റർ സാച്ചുറേറ്റ് ആവുന്ന മിനിമം വാല്യൂ ഓഫ് ബീറ്റ, ട്രാൻസിസ്റ്റർ സാച്ചുറേറ്റ് ആവാനുള്ള മിനിമം വാല്യൂ ഓഫ് ബീറ്റ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ β1 ഈസ് ഈക്വൽ ടു R1 ബൈ R3, β2 ഈസ് ഈക്വൽ ടു R2 ബൈ R4. ഓക്കെ, അപ്പോൾ ഇതും നേരത്തെ പോലെ അസ്യൂം ചെയ്യുമ്പോൾ if R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു RB ആൻഡ് R3 ഈസ് ഈക്വൽ ടു R4 ഈക്വൽ ടു RC ആണെങ്കിൽ മിനിമം ബീറ്റ ഈസ് ഈക്വൽ ടു RB ബൈ RC. ഓക്കെ, ഈ ഒരു വാല്യൂ ഓർത്ത് വെച്ചോ. മിനിമം ബീറ്റ ഈസ് ഈക്വൽ ടു RB ബൈ RC. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് പഠിക്കാനുള്ളത്. നമ്മൾ മെയിനായിട്ട്
നമ്മൾ ഈ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ മോണോസ്റ്റേബിളും നമുക്ക് എന്ത് ചെയ്യാണ്ടത് നമുക്ക് നോക്കാനുണ്ട്. അതിൻ്റെ വർക്കിംഗ് ഒന്നും കാര്യമായിട്ടില്ല. നമ്മൾ കുറച്ച് അതിൻ്റെ ഇക്വേഷൻസും കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. ഓക്കെ, നമുക്കത് നോക്കാം. അപ്പോൾ ഇതാണ് മോണോസ്റ്റേബിളിൻ്റെ ഒരു സർക്യൂട്ട്. ഓക്കെ, ഇതിൽ പ്രത്യേകം എന്തായിരുന്നു, നമ്മളെ സ്റ്റേബിൾ സ്റ്റേറ്റിലെ ട്രാൻസിസ്റ്റർ ഓൺ അല്ലേ. സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലെ ട്രാൻസിസ്റ്റർ എന്താണ്, ഓണാണ്, അല്ലെങ്കിൽ എന്താണ്, കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. ശരിയല്ലേ. വേറെ സ്ഥലത്ത് ഓഫാണ്, അല്ലെങ്കിൽ എന്താണ്, നോൺ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എന്ത് സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഇതിൽ ഇതന്നെ നേരത്തെ അതേ വർക്കിംഗ് തന്നെയാണ്. ഇതിൽ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ആണ് ഇതിൻ്റെ മെയിനായിട്ട് ഈ രണ്ടിൻ്റെയും കണക്ഷൻ വരുന്നത്. ഓക്കെ, ആ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ആണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താൽ മതി. പിന്നെ നമുക്കറിയാം അറേഞ്ച്മെൻറ്റ്സിൽ കുറേ നമ്മുടെ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റുകൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റുകളിലെ ഇതൊരു ടൈപ്പ് ഓഫ് സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് ആണ്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ഓർത്താലും മതിയാവും. കാരണം ഇതൊരു എമിറ്റർ കപ്പിൾഡ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഒരു സർക്യൂട്ടാണിത്. ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്, അതുപോലെ B1 നമ്മുടെ ബേസ് ഉണ്ട്, പിന്നെ Q1 Q2 ഉണ്ട്, ഇവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ C ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ Q2 നോർമലി കണ്ടക്റ്റിങ്ങും നമ്മൾ Q1 നോൺ കണ്ടക്റ്റിങ്ങും ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ Q1 നോൺ കണ്ടക്റ്റിങ്ങും അതുപോലെ നമ്മൾ Q2 എന്തായിരിക്കണം, കണ്ടക്റ്റിങ്ങും. ഓക്കെ, അപ്പോൾ അതിൽ പ്രത്യേകം എന്ന് വെച്ചാൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് യുവർ RE, ഇതിൻ്റെ അക്രോസിൽ വോൾട്ടേജ് ഡ്രോപ്പ് V is large enough to provide a negative bias. ഒരു നെഗറ്റീവ് ബയാസ് പ്രൊവൈഡ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, ടു പ്രൊവൈഡ് എ നെഗറ്റീവ് ബയാസ് അറ്റ് ദ ബേസ് ഓഫ് Q1. ഓക്കെ, അപ്പോൾ ദസ് ദ ഔട്ട്പുട്ട് സ്റ്റേറ്റ്സ് ആർ സ്റ്റേബിൾ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് സ്റ്റേറ്റ് എന്ത് ചെയ്യാം, സ്റ്റേബിൾ ആണെന്ന് പറയാം. ഓക്കെ, ആ ഒരു ടൈപ്പ് ഓഫിലാണ് പറയേണ്ടത്. പിന്നെ പറയുന്ന പോയിന്റ് എന്താ വെച്ചാൽ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ഉണ്ടല്ലോ, ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ്, അല്ലെങ്കിൽ Q1 ഉണ്ടാകുന്ന ബേസിൽ ഉണ്ടാകുന്ന വോൾട്ടേജ്, അത് നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വിത്ത് റെസ്പെക്ട് ടു അല്ലെങ്കിൽ R വിത്ത് റെസ്പെക്ട് ടു നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ R എന്താവും, ഫോർവേഡ് ബയാസ് ആവും അല്ലേ. അപ്പോൾ R ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടാണ് നമ്മൾ Q1 എന്ത് ചെയ്യുന്നത്, കണ്ടക്റ്റിംഗ് ആക്കുന്നത്. ഓക്കെ, അപ്പം ഈ Q1 കണ്ടക്ട് ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കളക്ടറിൻ്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ആ റെഡ്യൂസ്ഡ് പൊട്ടൻഷ്യലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ Q2ലേക്ക് കൊടുക്കുന്നത്. ത്രൂ ഏതിലേക്ക് കൊടുക്കും, നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റർ അല്ല, ത്രൂ യുവർ കപ്പാസിറ്റർ C അല്ലേ. അങ്ങനെ കപ്പാസിറ്റർ Cയിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ട് ത്രൂ ദ ട്രാൻസിസ്റ്റർ Q2 എന്ത് ചെയ്യുന്നത്, ഫോൾ ചെയ്യുന്നത്. അങ്ങനെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എന്ത് ചെയ്യുന്നത്, RE ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ദിസ് ഇൻക്രീസസ് ദ Q1 കളക്ടർ കറണ്ട് ബൈ വിച്ച് ദ കളക്ടർ വോൾട്ടേജ് റെഡ്യൂസസ് ഫർദർ ആൻഡ് ഫൈനലി ട്രാൻസിസ്റ്റർ Q2 എന്ത് ചെയ്യും, ഓഫ് ആവും. അങ്ങനെ വോൾട്ടേജ് കുറഞ്ഞാണ് Q2 എന്ത് ചെയ്യുന്നത്, ഓഫ് ആവുന്നത്. ഓക്കെ, കുറച്ച് ടൈം കഴിയുമ്പോൾ എന്താ വെച്ചാൽ ചാർജിങ് കറണ്ട് ഫ്ലോസ് ഇൻ ടു ദ പ്ലേറ്റ്സ് ഓഫ് യുവർ C. ചാർജിങ് കറണ്ട് എന്ത് ചെയ്യും, ഇതിൽ ഫ്ലോ ചെയ്യും. അങ്ങനെ പിന്നെ ഫ്ലോ ഡൗൺ പാത്ത് എങ്ങനെയായിരിക്കും, RB അതുപോലെ C, പിന്നെ ആൻഡ് ത്രൂ ദ കളക്ടർ ടു എമിറ്റർ ടെർമിനൽസ് ഓഫ് യുവർ ട്രാൻസിസ്റ്റർ Q1 അല്ലേ. കളക്ടർ ടു എമിറ്റർ ടെർമിനൽസ് ഓഫ് യുവർ ട്രാൻസിസ്റ്റർ Q1 അതെന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇൻറ്റു ഗ്രൗണ്ട് അല്ലെ, ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ആസ് യുവർ കപ്പാസിറ്റർ C ഗെറ്റ്സ് ചാർജ്ഡ്, കപ്പാസിറ്റർ C ചാർജ് ആകുമ്പോൾ എന്ത് വെച്ചാൽ ഈ പൊട്ടൻഷ്യൽ നമ്മൾ Q2ൻ്റെ ബേസിൻ്റെ പൊട്ടൻഷ്യൽ Q2 എന്താവും, റൈസ് ചെയ്യും. അങ്ങനെ ചാർജിങ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ബേസ് കൂടുതൽ വോൾട്ടേജിന് എടുക്കും. അപ്പം ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും, Q2 എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും.
അല്ലേ? അപ്പോൾ അങ്ങനെ Q2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RE എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ദിസ് റെഡ്യൂസസ് ദ ബയാസ് അപ്ലൈഡ് ടു Q1ലേക്കുള്ള ബയാസ് എന്ത് ചെയ്യും? കുറക്കും. അങ്ങനെ Q1 എന്ത് ചെയ്യും? പതുക്കെ കട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അപ്പോൾ ഒരു ട്രിഗറേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ കേസിൽ വെച്ചിട്ടാണ് ട്രിഗറിങ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വേറെ സർക്യൂട്ട് എടുത്ത ഇൻപുട്ട് പൾസ് കൊടുക്കും. നമ്മൾ ട്രിഗറിങ് പൾസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുവഴി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ പഠിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. ആ 2 സ്റ്റേറ്റ് ഉണ്ടെന്ന് മാത്രം ഓർത്താൽ മതി. കാരണം ഇതിൻ്റെ വർക്കിംഗ് ഒന്നും അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാട്ടെ. എക്സ്പ്ലനേറ്ററി ആവാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ അത്രയ്ക്കേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ട്രിഗറിങ് ഒക്കെ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഓർത്തിരുന്നാൽ മതിയാവും. ഓക്കെ, പിന്നെ നിങ്ങൾ അതിൻ്റെ ടൈം പീരീഡ് ജസ്റ്റ് ഒന്ന് ഓർത്തോ, അത് ചോദിക്കാറുണ്ട്. അപ്പം അതേ വിടുത്ത്. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് പൾസിൻ്റെ വിടുത്ത് ഡിറ്റർമൈൻ ചെയ്ത ടൈം കോൺസ്റ്റൻറ്റ് വെച്ചിട്ടാണ് അല്ലേ? ഏതൊക്കെ ടൈം കോൺസ്റ്റൻറ്റ്? C1R2 ടൈം കോൺസ്റ്റൻറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അതിൻ്റെ വിടുത്ത് ചോദിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് T is equal to 0.693 C1R2. ഓക്കെ, അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്ക്, കാരണം ചോദിക്കാറുണ്ട്. 0.693 C1R2 ആണ് അതിൻ്റെ ടൈം പീരീഡ്. ഓക്കെ അല്ലേ? അപ്പം 1 ഷോട്ട് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് Tയിലേക്ക് പോകുന്നത്. ഓക്കെ, കാരണം 1 ഔട്ട്പുട്ട് പൾസ് ഫോർ എവറി ഇൻപുട്ട് ട്രിഗർ പൾസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് 1 ഷോട്ട് മൾട്ടിവൈബ്രേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടീൻ്റെ വാല്യൂ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്ക്, 0.693 C1R2. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും എന്ത് ചെയ്യാം? പിക്ക് ചെയ്ത് എന്ത് ചെയ്യാം? കൊണ്ടുവരാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടതാണ് നമ്മുടെ ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഇതാണ് നമ്മൾ ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ സർക്യൂട്ട്. ഇതിൽ കണ്ടോ, നിങ്ങൾ 2 ട്രിഗർ കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പൊട്ടൻഷ്യോ അത് എമിറ്റർ കപ്പിൾഡ് ആയതുകൊണ്ടാണ് ആ പൊട്ടൻഷ്യോമീറ്റർ വഴി എന്ത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ 2 ട്രിഗർ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ട്രിഗറിൻ്റെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അപ്പോൾ പറഞ്ഞ 2 സ്റ്റേറ്റാണ് വരിക, ഓണും വരും ഓഫും വരും അല്ലേ? അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, 1 സ്റ്റേറ്റ് ടു അനദർ. ആൻഡ് അടുത്ത പൾസിൽ എന്ത് വെച്ചാൽ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരും. അങ്ങനെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. അതുപോലെ ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് എന്തായിട്ട് യൂസ് ചെയ്യും? കൗണ്ടിങ് അല്ലെങ്കിൽ സ്റ്റോറിങ് ബൈനറി ഇൻഫർമേഷൻ ബിറ്റുകളായിട്ട് യൂസ് ചെയ്യുന്നു അല്ലേ? ഫ്രീക്വൻസി ഡിവൈഡർ ടൈമിംഗ് സർക്യൂട്ട്സിലെ ഓർത്ത് വെച്ചോളൂ, ഫ്രീക്വൻസി ഡിവൈഡർ ഇൻ ടൈമിംഗ് സർക്യൂട്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ പൾസ് ജനറേഷനും എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ 2 ട്രാൻസിസ്റ്ററുകളുണ്ട്, Q1ഉം Q2 അല്ലേ? അതിൻ്റെ കളക്ടർ റെസിസ്റ്ററുകളാണ് നമ്മൾ പറയുന്നത് ഏതൊക്കെ? RL1ഉം RL2ഉം. ഓക്കെ, അങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ചില ബുക്കുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾ കാണാം ഇത് R3 ഇത് R4 എന്നൊക്കെ റെപ്രസെൻ്റ് ചെയ്ത്, കാരണം ഇവിടെ R1 R2 പറഞ്ഞുകൊണ്ടേ. അപ്പം അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഇവിടെ അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ സർക്യൂട്ടിൽ വേണമെങ്കിൽ ചെറിയൊരു ചേഞ്ചുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരുത്താം. ഈ സർക്യൂട്ടിൻ്റെ ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റാം. ഇത് R5 ഇത് R6 എന്ന് മാർക്ക് ചെയ്തോ. ടെർമിനലുകൾ B1 B2 എന്ന് റെപ്രസെൻ്റ് ചെയ്തോ. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾ ബുക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് എളുപ്പമുണ്ടാവും. ഓക്കെ, ഇത് C2 ഇത് C1 എന്ന് മാർക്ക് ചെയ്തോ. സിമിലർലി ഇത് R1 ഇത് R2 എന്ന് മാർക്ക് ചെയ്തോ. അത്രയുള്ള മാറ്റങ്ങൾ വരുത്താൻ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്റർ CC എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പം പിന്നെ നമ്മൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ട്രിഗറിങ് പൾസുകൾ പറഞ്ഞു അല്ലേ? അപ്പം 2 ഐഡൻറ്റിക്കൽ ട്രാൻസിസ്റ്ററാണ് എടുക്കുന്നത്. കളക്ടർ റെസിസ്റ്ററുകൾ ഏതൊക്കെയാണ്? R3 R4 ആണ്. അപ്പം ഒന്ന് ഔട്ട്പുട്ട് ഓഫ് 1 ഈസ് അപ്ലൈഡ് ടു ദ ഇൻപുട്ട് ഓഫ് ദ അതർ അല്ലേ? ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫീഡ്ബാക്ക് ഈസ് കപ്പിൾഡ് ത്രൂ റെസിസ്റ്ററുകൾ ഏതൊക്കെ റെസിസ്റ്ററുകൾ ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്യുന്നത്? R1 R2 ഷണ്ടഡ് ബൈ ദ കപ്പാസിറ്റേഴ്സ് C1 C2. ഓക്കെ, ഇതാണ് R1 R2 C1 C2 ഷണ്ട് ചെയ്തിട്ടുണ്ട്. അതിലാണ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ കപ്പാസിറ്ററുകളെ ഒരു പേരിട്ട് വിളിക്കാറുണ്ട്, അതാണ് കമ്മ്യൂട്ടേറ്റിംഗ് കപ്പാസിറ്റേഴ്സ്. അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. ദീസ് ആർ കോൾഡ് ആസ് കമ്മ്യൂട്ടേറ്റിംഗ് കപ്പാസിറ്റർ. ഓക്കെ, ദിസ് ഈസ് പ്രൊവൈഡഡ് ടു ഇംപ്രൂവ് ദ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. This is provided to improve the switching characteristics of the circuit. Okay, by allowing the flow of high frequency components of square wave.
ഓക്കെ. ഈ ട്രാൻസിഷൻ ടൈം എന്താണെന്ന് വെച്ചാൽ ഇതിൽ റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഡിസ്റ്റോർഷൻലെസ് സ്ക്വയർ വേവ് ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്റ്റെയിൻ ചെയ്യാനും വേണ്ടി ഈ ഒരു ടൈപ്പ് ഓഫ് സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ പറയാം. നിങ്ങൾ സപ്ലൈ വോൾട്ടേജ് VCC ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഒരെണ്ണം സ്ലൈറ്റ്ലി കൂടുതലായിട്ടോ അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തോ. ഓക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിച്ചാൽ ഒരു ട്രാൻസിസ്റ്റർ Q1 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ Q1 ആണ് കൂടുതലായിട്ട് ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ Q1 എന്ത് ചെയ്യും, സാച്ചുറേഷനിലേക്ക് പോകും. ഓക്കെ. Q1 എന്ത് ചെയ്യും, സാച്ചുറേഷനിലേക്ക് പോകും. Q2 എന്താവും, കട്ട് ഓഫിലേക്ക് പോകും. നമ്മൾ അസ്റ്റേബിൾ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ. ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്. ഓക്കെ. ഫസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, Q1 ഓണും Q2 എന്താണ്, ഓഫാണ്. ഇതാണ് നമ്മൾ എന്ത് ഫസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്. ഓക്കെ. ഇനി രണ്ടാമത്തെ സ്റ്റേബിൾ സ്റ്റേറ്റിൽ എന്താണ് അവസ്ഥ, Q1 ഓഫും അതുപോലെ Q2 എന്താണ്, ഓണും ആണ്. ഇതാണ് നമ്മളെ സെക്കൻഡ് സ്റ്റേറ്റ്. ഓക്കെ അല്ലേ. ഇനി അതർ സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പൾസ് കൊടുക്കണം. ശരിയല്ല. അതാണ് രണ്ട് പൾസ് കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് ഇവിടെ ഇൻപുട്ട് 1 ഇൻപുട്ട് 2 എന്ന് പറഞ്ഞാൽ രണ്ട് ട്രിഗർ പൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് പാത്തുകളും ബാക്കി കാര്യങ്ങളും. ഓക്കെ. ഈ പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒരേ സെയിം ആണ്, എല്ലാത്തിലും ഒരേ വർക്കിങ്ങുമാണ് പറയുന്നത്. അതുകൊണ്ട് വർക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ, വർക്കിംഗ് ഇതിൻ്റെ അത്രയ്ക്ക് അറിഞ്ഞില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഓർത്താൽ മതി, ഇങ്ങനെ രണ്ട് സ്റ്റേറ്റുകളുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. വേറെ കൂടുതലായിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻസാണ് കൂടുതൽ ചോദിക്കാറ്. ഇതിൽ എങ്ങനെയാണ് ഇത് ഏതിലാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾക്ക് സ്ക്വയർ വേവ് ജനറേഷൻ ഏതിലാണ് ഉണ്ടാവുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ. അപ്പോൾ ആ ഒരു പോയിന്റുകൾ നോട്ട് ചെയ്താലും മതിയാവും. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഷ്മിറ്റ് ട്രിഗർ പറഞ്ഞല്ലോ. നമ്മൾ ഷ്മിറ്റ് ട്രിഗർ പറഞ്ഞതിൽ ഒരു ഷ്മിറ്റ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അപ്ലിക്കേഷൻസ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ. ഷ്മിറ്റ് ട്രിഗർ ഇറ്റ് ഫോംസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഓക്കെ. ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്ന സാധനം. ഓക്കെ. ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഒരു സർക്യൂട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇവിടെ വരച്ചു തരാം. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നമ്മളതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ആ സർക്യൂട്ട് ജസ്റ്റ് ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഒന്ന് വരക്കാം. ഓക്കെ. ഇതാണ് R3, ഇത് C1, ഇത് R2, ഇത് -VBB. ഓക്കെ. ഇത് R4, ഓക്കെ. നെക്സ്റ്റ് ഇത് RE. ഓക്കെ. ഈ ഓരോ ട്രാൻസിസ്റ്ററിലേക്കും നമ്മൾ ഇൻപുട്ട് ഉണ്ട്, അതാണ് Vin എന്ന് പറയുന്ന സാധനം. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതാണ് നമ്മളെ +VCC. ഓക്കെ. ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. C2 ടെർമിനലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ. ഇത് നമ്മൾ പറഞ്ഞൊരു സ്ക്വയർ വേവ് ആണ് കൂടുതലായിട്ടും കാണാറ്. ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ ഷ്മിറ്റ് ട്രിഗർ മൾട്ടി വൈബ്രേറ്റർ. ഓക്കെ. ഈ രണ്ട് സാധനം ഷ്മിറ്റ് ട്രിഗറിനും നമ്മളെ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനും സെയിം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറ്. രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട് ഇതിനും. ഫ്രീ ബേസ് ടെർമിനൽ എവിടെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഈ സാധനം യൂസ് ചെയ്യാം. ഓക്കെ. ഫ്രീ ബേസ് ടെർമിനൽ എവിടെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യാം, നമുക്കിതിനെ യൂസ് ചെയ്യാം. ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഷ്മിറ്റ് ട്രിഗർ ആക്ട്സ് ആസ് എ സ്ക്വയറിംഗ് സർക്യൂട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ. ഒരു സ്ക്വയറിംഗ് സർക്യൂട്ട് പോലെയാണ് ആര് ആക്ട് ചെയ്യാറ്, ഒരു ഷ്മിറ്റ് ട്രിഗർ എന്ത് ചെയ്യാറ്, ആക്ട് ചെയ്യാറ്. അതുപോലെ ഇറ്റ് ആക്ട്സ് ആസ് ആൻ ആംപ്ലിറ്റ്യൂഡ് കമ്പാരേറ്റർ. ഓക്കെ. ഒരു ആംപ്ലിറ്റ്യൂഡ് കമ്പാരേറ്റർ അല്ലെങ്കിൽ ഒരു ലെവൽ ഡിറ്റക്ടർ ആയിട്ട് നമ്മളുടെ ആര് ആക്ട് ചെയ്യാറുണ്ട്, ഷ്മിറ്റ് ട്രിഗർ ആക്ട് ചെയ്യാറുണ്ട്. അതുപോലെ എന്തായിട്ട് ആക്ട് ചെയ്യാറുണ്ട് വെച്ചാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടായിട്ടും എന്ത് ചെയ്യാറുണ്ട്, ഷ്മിറ്റ് ട്രിഗർ എന്ത് ചെയ്യാറുണ്ട്, ആക്ട് ചെയ്യാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പൾസസിനൊക്കെ റീഷേപ്പിംഗ് നടത്തും കേട്ടോ. റീഷേപ്പിംഗ് ദ പൾസസ് ബൈ ഗിവിങ് എ ഷാർപ്പ് ലീഡിങ് ആൻഡ്
ട്രെയിലിംഗ് എഡ്ജസ്. ഓക്കെ, ഒരു ഷാർപ്പ് ലീഡിങ്ങും ട്രെയിലിംഗ് എഡ്ജസ് കൊടുത്ത് നമ്മുടെ പൾസസിനെ റീഷേപ്പ് ചെയ്യുന്ന ആളാണ് നമ്മുടെ നമ്മളീ പറയാറുള്ള ഷ്മിറ്റ് ട്രിഗർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൾട്ടി വൈബ്രേറ്റേഴ്സിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാനത് ക്വസ്റ്റ്യൻ രൂപത്തിൽ ഞാൻ എന്ത് ചെയ്യാം, പിക്ക് ചെയ്യാം. തിയറി ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഈ കേസിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക, ആവശ്യമുള്ള പോയിൻറ്റ്സൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ബാക്കിയുള്ള എക്സ്ട്രാ പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, പഠിക്കുക. എക്സാം വരുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം കേട്ടോ. ഓക്കെ ദെൻ, താങ്ക് യു.